നമ്മുടെ വീടുകളിൽ ഒരുപാട് സംസാരിക്കേണ്ട എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ആരും സംസാരിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേഷ്യൻസിനേക്കാൾ ഉപരി പേഷ്യൻ്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അതായത് ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അമ്മയെക്കുറിച്ച്. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്, അമ്മ പണ്ടത്തെ പോലെയല്ല, ഭയങ്കര വെപ്രാളമാണ്, അമ്മയ്ക്ക് ഒരു സ്നേഹമില്ല, അതേപോലെ അമ്മ ഇങ്ങനെ ഓരോ ദിവസവും വയ്യായികയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് വരുന്ന ഒരുപാട് പേര് പറയാറുള്ളൊരു കംപ്ലൈൻ്റാണ്. ആ കംപ്ലൈൻറ്റ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ അസുഖത്തിൻ്റെ പേരാണ് പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോം? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ച് 2 സമയത്താണ് ഉണ്ടാകുക. ഒന്ന്, അവർക്കൊരു 10 വയസ്സാവുന്ന സമയത്തും പിന്നീട് 60 വയസ്സിന് ശേഷവും. അപ്പോൾ അതിനിടയിലുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഹോർമോണൽ ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് പുരുഷന്മാർ ആ ഒരു ലൈഫ് സ്റ്റേജിൽ ശരീരം ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ എല്ലാ 28 ദിവസവും ഹോർമോണൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവർക്ക് പീരീഡ്സ് ഉണ്ടാകുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് 40 വയസ്സ് 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 3 ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പിന്നെ സെറട്ടോണിൻ, ഈ 3 ഹോർമോൺസിനും വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ഉണ്ടാവും. അത് പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് അവർക്കുണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ്, അസുഖമല്ല ശരിക്കും ഒരു അവസ്ഥയാണ്, അവസ്ഥയുടെ പേരാണ് പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോം അഥവാ PMS എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോത്തിൻ്റെ ഏർലി സൈൻസ്? നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലഷസ് ആണ്. ആദ്യം വരുന്ന സിംറ്റം അത് തന്നെയാണ്. അതായത് സ്ത്രീകൾക്ക് ഭയങ്കരമായ ഉഷ്ണം, പുകച്ചിൽ, അതായത് മറ്റുള്ളവർക്ക് വലിയ ഉഷ്ണം കാണത്തില്ല, എന്നാലും ഫാനിൻ്റെ അടിയിലിരുന്നാലും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് ചൂട് തോന്നുക, അതാണ് ആദ്യത്തെ ലക്ഷണം. അതിൻ്റെ പേരാണ് ഹോട്ട് ഫ്ലഷസ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പെട്ടെന്നുള്ള വണ്ണം വെക്കലാണ്. ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്, അവരുടെ ശരീരത്തിന് പെട്ടെന്ന് വണ്ണം വെച്ചു, നീര് വെച്ചു എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുക. ശരിക്കും അത് നീര് വെക്കുന്നതല്ല, അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, BMR എന്ന് പറഞ്ഞാൽ. അത് കുറയുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിനകത്ത് ഒരു വണ്ണം വെക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹെയർ ഫോളും ചില ആൾക്കാർക്ക് മുഖക്കുരുവാണ്. ഈ ഹെയർ ഫോൾ ഭയങ്കര കൂടുതലായിരിക്കും. അതിൻ്റെ കൂടെ മുഖത്ത് മുഖക്കുരുവും, ചില ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ, മുഖത്ത് കളർ വെക്കാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തതാണ് ഈ പേഷ്യൻ്റിനെ കൊണ്ടുവരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന കംപ്ലൈൻറ്റ് മൂഡ് സ്വിങ്സ്. അതായത് ഭാര്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, ഒരു ചെറിയ അസുഖം വന്നാലേ വലിയ അസുഖമാണെന്ന് തോന്നുന്നു, അമ്മ എപ്പോഴും സങ്കടപ്പെട്ടിരിപ്പാണ്, അമ്മയ്ക്ക് വലിയ സ്നേഹമില്ല എന്നൊക്കെ പറയും. ഇതിന് കാരണം അമ്മയ്ക്ക് ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസമല്ല, അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചാണ്. ഈ പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോത്തിൻ്റെ ഭാഗമായിട്ട് ആളിന് ഉറക്കക്കുറവ് വരും. ഉറക്കക്കുറവിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞ 3-4 സിംറ്റംസ് ഉണ്ടല്ലോ, അത് കാരണം അവർ ലൈഫിൽ തീരെ പ്രൊഡക്റ്റീവ് അല്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിനകത്ത് സെറട്ടോണിൻ കുറഞ്ഞു പോവുകയും ചെയ്യും. ഇത് കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ ഭയങ്കരമായ മൂഡ് സ്വിങ്സ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ആൻസൈറ്റി, അതുപോലെ രാത്രി ഉറങ്ങാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പകൽ ക്ഷീണമായിട്ടിരിക്കുക, അതിനോടൊപ്പം തന്നെ എന്താ പറയുന്നത്, അവർക്ക് ലൈംഗിക ആസക്തി കുറയുകയും ചെയ്യും. ഇതെല്ലാം കാരണം അവരൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് അവർക്കൊരു വിഷാദ രോഗം വരെ ഉണ്ടാകും. അതാണ് ഈ മൂഡ് സ്വിങ്സിൻ്റെ കാരണം, അല്ലാതെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാതാവുന്നതല്ല. ഇതാണ് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്നത്. ആൻഡ് ഫൈനലി അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. അതായത് എല്ലുകളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയും അങ്ങനെ എല്ലിന് കട്ടി കുറയുകയും അതിനോടൊപ്പം തന്നെ ഈ ശരീരത്തിൻ്റെ പല ജോയിൻസിലായിട്ട് വേദന പറയുകയും ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. ഇതിൻ്റെ കൂടെ മൈനറായിട്ടുള്ള ചെറിയ സിംറ്റംസ് വേറെ ഉണ്ടാകും. ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരും, ചിലരിപ്പോൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരോ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് കൺട്രോൾഡ് അല്ലാതെ വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള അസുഖങ്ങളിലൊന്നാണ് തൈറോയിഡും പിന്നൊന്ന് ഡയബറ്റീസുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉള്ളവരാണെങ്കിൽ ഈ പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോം വരുമ്പോൾ ഞാനീ പറഞ്ഞ സാധനങ്ങളൊക്കെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ കൂടുതലായിരിക്കും. അവർക്ക് മറ്റുള്ളവരെക്കാളും ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. ഇതാണ് പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോത്തിൻ്റെ മെഡിക്കൽ സൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു കുഴപ്പമുണ്ട്. ഇത് ട്രീറ്റബിൾ അല്ലാത്തൊരു കണ്ടീഷനൊന്നുമല്ല, ഇതൊരു ഫേസ് മാത്രമാണ്. അതായത് അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ഘട്ടം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഡോക്ടറും പേഷ്യൻറ്റും മാത്രം വിചാരിച്ചാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമല്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ആരുടെ കയ്യിലായിരിക്കുന്നതെന്നറിയോ? അത് ഈ പേഷ്യൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡറിൻ്റെ കയ്യിലാണ്, പ്രത്യേകിച്ചും ഭർത്താവിൻ്റെയും മക്കളുടെയും കയ്യിൽ. നിങ്ങൾ ഈ കണ്ടീഷനെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തതാണ് പലയിടത്തെയും പ്രധാന പ്രശ്നം. കൂടുതൽ ആൾക്കാർക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാറില്ല. ഈ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തത് വഴി തന്നെ അവർ ഡിപ്രഷനിലേക്ക് വീണ്ടും പോവുകയും ഈ പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോം ഒരു ഇറിവേഴ്സിബിൾ ഡിപ്രഷനിലേക്ക് മാറി പോവുകയാണ് ചെയ്യാറ്.
അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് ആൻഡ് ബൈസ്റ്റാൻഡർ എഡ്യൂക്കേഷനാണ്. അതായത് നിങ്ങൾ ഈ അമ്മ അല്ലെങ്കിൽ ഭാര്യ ആരാണോ ഇതിൽ സഫർ ചെയ്യുന്നത് അവരുടെ അവസ്ഥ മനസ്സിലാക്കുക. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്തിരി ദേഷ്യം കാണും, പക്ഷേ അമ്മ ദേഷ്യപ്പെടുമ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് ദേഷ്യപ്പെടരുത് എന്നൊരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ അമ്മ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെട്ടാൽ അമ്മ പിന്നെയും ഡിപ്രഷനിലേക്ക് പോകുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് അമ്മയുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചാണ്. ഇതേ കാര്യം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അഡോളസെൻ്റ് ആയിരുന്നു, അതായത് ഒരു 12-13 വയസ്സിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾ വലിയ മീശയുള്ള ആൾക്കാരായിട്ട് മാറുമ്പോൾ നിങ്ങളും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും ഭയങ്കരമായിട്ട് റിബലായിട്ടുണ്ട്. അതെല്ലാം അവർ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് 30-32 വയസ്സുള്ള ആളായിട്ട് വളർന്നു വരുന്നത്. സോ അതുകൊണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക പേഷ്യൻറ്റിന്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവാം, മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടാവാം, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാം, TSR കൂടാം. അതോടൊപ്പം തന്നെ ഡയബറ്റീസും തൈറോയിഡും ഹൈപ്പോതൈറോയിഡ്സും ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. സോ അങ്ങനെയുള്ള എല്ലാ ഡെഫിഷ്യൻസീസും ഒരു ഡോക്ടറെ സഹായത്തോടുകൂടി കറക്റ്റ് ചെയ്യുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റ് വെക്കരുത്. വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹോർമോണൽ ചേഞ്ചസും, ഇത് മാത്രമല്ല എല്ലാ ഹോർമോൺ ഡിസീസസും കൂടും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഭാരമുണ്ടോ അതിൻ്റെ ഒരു 5-10% കുറയ്ക്കുക, പുതിയ വെയിറ്റ് വെക്കാതെ നോക്കുക. പിന്നെ നാലാമത്തേതെന്ന് പറയുന്നത് ഇഷ്ടമുള്ള അത്രയും കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും വിശപ്പ് തീരുന്നവരെ കഴിക്കുക, കറക്റ്റ് സമയത്ത് കഴിക്കുക. അതിനോടൊപ്പം തന്നെ നല്ലതുപോലെ ഉറങ്ങുക, 6-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. മിക്ക വീടുകളിലും അമ്മമാർ ഭക്ഷണം കഴിക്കുന്ന അവസാനമാണ്. നിങ്ങളാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. സോ യു ഹാവ് എ റൈറ്റ് ടു ഈറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം നിങ്ങൾക്ക് ആസ്വദിച്ച് കറക്റ്റ് സമയത്ത് കഴിക്കാൻ ശീലിക്കുക. അതോടൊപ്പം തന്നെ എത്ര തിരക്കുണ്ട്, എന്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും 6 മണിക്കൂർ മിനിമം ഉറങ്ങിക്കോണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, അതൊരു ട്രീറ്റ്മെൻറ്റ് എന്നല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. ഒരു എക്സസൈസ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് ജിമ്മിൽ പോയി ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉറപ്പുള്ള, അതായത് നിങ്ങളെക്കൊണ്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു എയറോബിക് എക്സസൈസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ മസിൽ ഉണ്ടാക്കാനുള്ള എക്സസൈസ് അല്ല, ലൈക്ക് സൈക്ലിങ്ങോ അല്ലെങ്കിൽ വാക്കിങ്ങോ റണ്ണിങ്ങോ അല്ലെങ്കിൽ സ്കിപ്പിങ്ങോ ഷട്ടിൽ ബാറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും അത് ചെയ്യാൻ ശീലിക്കുക. 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അല്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഫുള്ളായിട്ട് ചെയ്യാൻ ശീലിക്കുക. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു ലൈഫിനൊരു റിതം കണ്ടുപിടിക്കാൻ നോക്കുക. ഒരേ കാര്യങ്ങൾ ഒരേ സമയത്ത് എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. ലൈഫിനൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രീറ്റ്മെൻറ്റുകളെക്കാളെല്ലാം പ്രധാനമെന്ന് പറയുന്നത് ഈ പറഞ്ഞ എഡ്യൂക്കേഷനാണ്. അതായത് പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ്. ഈ PMS എന്ന് പറയുന്ന അസുഖം അല്ലെങ്കിൽ പോസ്റ്റ്മെനോപോസൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ 10% റോള് മാത്രമേ പേഷ്യൻ്റിനുള്ളൂ, 15% റോൾ ഡോക്ടർക്കും. പക്ഷേ 75%, അതായത് 2/3 ഭാഗം പങ്കും വഹിക്കുന്നത് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ കുട്ടികളും, പ്രത്യേകിച്ചും പെൺകുട്ടികളും. ഞാൻ ആരെയും കുറ്റം പറയില്ല, പക്ഷേ പെൺകുട്ടികളാണ് അമ്മമാരുടെ ഈ അവസ്ഥ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുക. ആൺകുട്ടികൾ പിന്നെ മനസ്സിലാക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഈ സമൂഹമാണ്, അവർ സഹായിച്ചാൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഇതിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് പുറത്തു വരാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫേസ് മാത്രമാണ്, ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു പേജ് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ അടുത്ത പേജ് ഒരു സാഡ് സ്റ്റോറി ആവണോ അതോ ഒരു എന്താ പറയുന്നത് റിക്കവറി സ്റ്റോറി ആവണോ, ഒരു സന്തോഷമുള്ള എൻഡിങ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. സോ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, ഈ അസുഖത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് സ്വഭാവത്തിന് വ്യത്യാസം വരുന്ന ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീ, അത് അമ്മയാവാം ഭാര്യയാവാം, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അവരെയും കൊണ്ടൊരു ഡോക്ടർക്ക് പോവുക, ഡോക്ടറുമായിട്ടിരുന്ന് സംസാരിക്കുക. അത് ഭാര്യ അകത്തിരുത്തി ഭർത്താവ് വെളിയിരിക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് എന്താ വേണ്ടതെന്നൊന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. എന്താ പറയുക, അവർക്കുണ്ടാകുന്ന കുറവുകൾ ക്ഷമിച്ചു കൊടുക്കാനൂടെ പഠിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഓക്കെ ആവും. പക്ഷെ ആ ഓക്കെ ആകുന്നത് വരെ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തോ ആ ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിരിക്കും പിന്നീട് അവരുടെ ലൈഫിലുണ്ടാവുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഐ ആം വെരി ഹാപ്പി ടു ഹെൽപ്പ്. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ വീട്ടിലൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കുക. നമുക്ക് എല്ലാവർക്കും ഓരോ അമ്മമാരും ഓരോ ഭാര്യമാരും ഉണ്ടാവും. സോ അവരെയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുക.